ജനറൽ വെക്ടർ സ്പേസസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചില തിയറംസ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ഒരു n ഡയമെൻഷണൽ സ്പേസിലെ n വെക്ടേഴ്സ് നമുക്ക് തന്നാൽ ആ n വെക്ടേഴ്സ് ഈ n ഡയമെൻഷണൽ സ്പേസിൻ്റെ ബേസിസ് ആണോ എന്നറിയാനായിട്ട് ലീനിയർ ഇൻഡിപെൻഡൻസും പിന്നെ ഫുൾ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രണ്ട് കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, ഇറ്റ് വിൽ ഫോം എ ബേസിസ്. n ഡയമെൻഷണൽ സ്പേസിലെ n വെക്ടേഴ്സ് തന്നാൽ. സോ ആ തിയറം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുമെന്ന് നോക്കാം. ഈ പ്രോബ്ലം നോക്കാം. എക്സ്പ്ലെയിൻ വൈ ദ വെക്ടേഴ്സ് v1 ഈക്വൽ ടു -3 7 ആൻഡ് v2 ഈക്വൽ ടു 5 5 ഫോം എ ബേസിസ് ഫോർ R2. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് R2വിലുള്ള രണ്ട് വെക്ടേഴ്സാണ്. വി നോ ദാറ്റ് ഡയമെൻഷൻ ഓഫ് R2 ഈസ് 2. 1 0 0 1 ക്യാൻ സ്പാൻ R2 ആൻഡ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് R2വിനുണ്ട്. അതുകൊണ്ട് തന്നെ R2വിൻ്റെ എല്ലാ ബേസിസിലും രണ്ട് എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. സോ R2വിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതും രണ്ട് വെക്ടേഴ്സാണ്. സോ v1 v2 ഫോം എ ബേസിസ് ഫോർ R2. അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ, v1ഉം v2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് R2വിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. അതല്ലെങ്കിൽ R2വിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനെ v1ഉം v2ഉം ഉപയോഗിച്ച് സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിലും R2വിൻ്റെ ബേസിസ് ആയിരിക്കും ഈ v1 v2 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് v1ഉം v2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒന്നാമത്തേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ രണ്ടാമത്തേത്, അല്ലെങ്കിൽ രണ്ടാമത്തേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ ഒന്നാമത്തേത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് v1 എന്ന് പറയുന്നത് -3 7 ആണ്. ഇതിനെ ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം. സ്കെയിലാർ സി എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണെങ്കിൽ v1 വിൽ ബി ഓഫ് ദ ഫോം -3c, 7c. ആ ഫോമിലല്ല v2 ഉള്ളത്. v2 എന്ന് പറയുന്നത് ഇവിടെ ഓർഡേർഡ് പെയർ 5 5 ആണ്. സോ v2 ഇസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് v1. അതുപോലെ തന്നെ v1 ഇസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് v2. സോ v1 ആൻഡ് v2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ദ 2 ഡയമെൻഷണൽ സ്പേസ് R2. സോ നമ്മുടെ തിയറം ഇതാണ് പറയുന്നത്. ലെറ്റ് V be an n dimensional space, S be a set in V with exactly n vectors, then S is a basis if and only if S spans V or S is linearly independent. ഇപ്പോൾ ഇവിടെ നമുക്ക് S is linearly independent എന്ന് കിട്ടി. നമുക്കിവിടെ S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ v1 v2 എന്ന് പറയുന്നത് ഈസ് എ ബേസിസ് ഫോർ R2. Now next problem. Explain why the vectors v1 equal to 2 0 -1, v2 equal to 4 0 7 and v3 equal to -1 1 4 ഫോം എ ബേസിസ് ഫോർ R3. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്പേസ് R3 ആണ്. ഡയമെൻഷൻ ഓഫ് R3 ഈസ് 3. 3 ഡയമെൻഷണൽ സ്പേസിലെ 3 വെക്ടേഴ്സാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, v1 v2 ആൻഡ് v3. സോ വെദർ ദീസ് വെക്ടേഴ്സ് ഫോം എ ബേസിസ് ഫോർ R3 എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്ക് v1 v2 v3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാം, അല്ലെങ്കിൽ v1 v2 v3 ഉപയോഗിച്ച് R3യിലുള്ള ഏത് വെക്ടറിനെയും ലീനിയർ കോമ്പിനേഷൻ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ v1 v2 രണ്ട് വെക്ടേഴ്സിൻ്റെയും സെക്കൻഡ് കോർഡിനേറ്റ് 0 ആണ്. സോ അപ്പം നമ്മളതിനെ XYZ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ v1 ആൻഡ് v2 ഹാസ് ദ y കോർഡിനേറ്റ് 0. അപ്പോൾ അതുകൊണ്ട് തന്നെ v1ൻ്റെയും v2ൻ്റെയും ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അതിലൊക്കെ സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ബിക്കോസ്
അപ്പോൾ V1 ഞാനൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. സോ C1 V1 വിൽ ബി ഓഫ് ദ ഫോം 2C1 0C1, അതായത് 0 തന്നെ, -C1. അതുപോലെ V2 മൾട്ടിപ്ലൈ ചെയ്തു C2 കൊണ്ടെന്ന് കരുതുക. C2 V2 എന്ന് പറയുന്നത് 4C2 0 7C2 ഫോമിലായിരിക്കും. നമ്മളിതിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് കിട്ടാൻ പോകുന്നത്? 2C1 + 4C2 വിൽ ബി ദ ഫസ്റ്റ് കോർഡിനേറ്റ് ആൻഡ് ദ സെക്കൻഡ് കോർഡിനേറ്റ് വിൽ ബി 0 + 0 0 തന്നെ. Third coordinate will be -C1 + 7C2. So the second coordinate is 0. So V1 V2 രണ്ടിൻ്റെയും y coordinate 0 ആയതുകൊണ്ട് both of them lie in the xz plane and one is not a scalar multiple of the other. V1ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ഫോമിലല്ല നമുക്ക് V2 ഉള്ളത്, V2ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ഫോമിലല്ല V1 ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ V1ഉം V2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് and both of them lie in the xz plane. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഈ V1ൻ്റെയും V2ൻ്റെയും ഏത് ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുത്താലും ദ സെക്കൻഡ് കോർഡിനേറ്റ് 0. സെക്കൻഡ് കോർഡിനേറ്റ് 0 എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ലൈസ് ഇൻ ദ xz പ്ലെയിൻ. സോ V1ഉം V2ഉം xz പ്ലെയിനിലാണ്, അവരുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും xz പ്ലെയിനിൽ തന്നെയാണുള്ളത് എന്ന് പറയുമ്പോൾ V3 നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ് 0 അല്ല. സോ ദിസ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദി xz പ്ലെയിൻ. So V3 is not an element of span of V1 and V2. So the vectors V1 and V2 form a linearly independent set in xz plane. The vector V3 is outside the xz plane. Okay. So നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. V1ഉം V2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. V3 is not in span of V1 V2 എങ്കിൽ V1 V2 V3 will be linearly independent. So the set V1 V2 V3 is linearly independent. Linearly independent ആണെങ്കിൽ it forms a basis of R3 because ഇവിടെ 3-dimensional സ്പേസിലെ 3 വെക്റ്റേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കണേ. ഇനി സ്പാനിങ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. So this forms a basis for R3. ഈ തിയറംസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് 3 വെക്റ്റേഴ്സ് ആയതുകൊണ്ട് കോർഡിനേറ്റ്സിൻ്റെ ഒരു മെട്രിക്സ് എടുക്കുക, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. അപ്പോഴും നമുക്കത് ബേസിസ് ആണ് എന്ന് പറയാൻ പറ്റും. സോ R3 ഈസ് എ 3-dimensional space. V1 V2 V3 ഈസ് എ ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് R3 സിൻസ് നമുക്കറിയാം തൊട്ട് മുമ്പ് പറഞ്ഞ തിയറം തന്നെയാണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് n ഡയമെൻഷണൽ സ്പേസിലെ n വെക്റ്റേഴ്സ് തന്നാൽ if it is linearly independent then it forms a basis. If it spans V then also it forms a basis. ഇവിടെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഫോംസ് എ ബേസിസ്. നൗ നമ്മളിനി അടുത്ത തിയറത്തിലേക്ക് കിടക്കുകയാണ്. ലെറ്റ് S be a finite set of vectors in a finite dimensional vector space V. If S spans V but is not a basis for V, then S can be reduced to a basis of V. അതായത് എസ്സിനെ നമുക്ക് ചെറുതാക്കി ഒരു വിൻ്റെ ഒരു ബേസിസ് ആക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് നമുക്കൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ഉണ്ട് V. ആ V എന്ന് പറയുന്ന സ്പേസിലെ ഒരു ഫൈനൈറ്റ് സെറ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഫൈനൈറ്റ് സെറ്റിലുള്ള എലമെൻറ്റ്സ് കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ വിയെ സ്പാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കരുതാം. പക്ഷേ ഈ എസ് എന്ന് പറയുന്നത് വിൻ്റെ ഒരു ബേസിസ് അല്ല താനും. അപ്പോൾ സ്പാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ ബേസിസ് അല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ദെൻ വി ക്യാൻ റെഡ്യൂസ് എസ് ടു എ ബേസിസ് ഫോർ വി ബൈ റിമൂവിങ് അപ്രോപ്രിയേറ്റ് വെക്റ്റേഴ്സ് ഫ്രം എസ്. ഇതുപോലെ തന്നെ ഇഫ് എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വി ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ബേസിസ് ഫോർ വി എന്ന് കരുതുക. അതായത് എസ് ഡസ് നോട്ട് സ്പാൻ വി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പോൾ പിന്നെ ബേസിസ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് സ്പാൻ വി, ദെൻ വി ക്യാൻ എസ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഫോർ വി ബൈ ഇൻസേർട്ടിങ് അപ്രോപ്രിയേറ്റ് വെക്റ്റേഴ്സ് ഇൻ ടു എസ്. ഇതാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. അപ്പോൾ സ്പാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ബേസിസ് അല്ല എങ്കിൽ
ആ സെറ്റിലെ ആരെങ്കിലുമൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് ഇതിനെ ഒരു ബേസിസ് ആക്കാൻ പറ്റും. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് പക്ഷേ ബേസിസ് അല്ല എങ്കിൽ ഈ സെറ്റിൻ്റെ കൂടെ എക്സ്ട്രാ ആരെങ്കിലും ആഡ് ചെയ്ത് നമുക്കതിനെ ഒരു ബേസിസ് ആക്കി മാറ്റാൻ പറ്റും. അടുത്ത തിയറം ഇതാണ്. ഇഫ് W is a subspace of a finite dimensional vector space V, then W is finite dimensional. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൻ്റെ എല്ലാ സബ്സ്പേസുകളും ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും. മാത്രമല്ല ഡയമെൻഷൻ ഓഫ് W വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. W equal to V if and only if dimension of W is same as dimension of V. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ തിയറത്തിൽ പറയുന്നത്. If W is a subspace of finite dimensional space V, then W is finite dimensional. Dimension of W will be less than or equal to dimension of V. Then W equal to V if and only if dimension of W is same as dimension of V. Now നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. Since V is finite dimensional, any vector in V can be spanned by finitely many vectors in V. അതായത് ഇപ്പോൾ V എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ n ആണെന്ന് കരുതുക. സോ നമുക്കറിയാം ദർ ഈസ് എ ബേസിസ് V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത്. സപ്പോസ് ദിസ് ഈസ് എ ബേസിസ് ഫോർ V. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ വിയിലെ ഏത് വെക്ടർ എടുത്താലും നമുക്കതിനെ ഈ n വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. W is a subspace of V എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് W is contained in V. സോ Wയിലുള്ള ഏത് വെക്ടർ എടുത്താലും അത് വിയിലെ വെക്ടർ തന്നെയാണ്. വിയിലെ ഏത് വെക്ടർ എടുത്താലും അതിനെ ഈ n വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ Wയിലുള്ള വെക്ടേഴ്സിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ n വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. സോ W എന്ന് പറയുന്ന സ്പേസിലെ എലമെൻസിനെ സ്പാൻ ചെയ്യാനായിട്ട് നമുക്ക് ഫൈനൈറ്റ്ലി മെനി ആൾക്കാരെ ആവശ്യമുള്ളൂ. ദാറ്റ് മീൻസ് W is finite dimensional. So since V is finite dimensional, any vector in V can be spanned by finitely many vectors in V. Here W is contained in V. That is, any vector in W is a vector in V itself. So we need only finitely many vectors to span it. So W is finite dimensional. So first part നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. സോ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് W is finite dimensional. So it has a basis, say W1, W2, etc. Wm. ഒരു m വെക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് Wനെ സ്പാൻ ചെയ്യാൻ പറ്റും. എയ്തർ എസ് അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന സെറ്റ് W1, W2, etc. Wm എന്ന് പറയുന്നത് എയ്തർ ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ V ഓർ ഇറ്റ് ഈസ് നോട്ട് എ ബേസിസ് ഫോർ V. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇതൊരു ബേസിസ് ആണ്. അപ്പോൾ ഇതൊരു ബേസിസ് ആണെന്നുണ്ടെങ്കിൽ dimension of V is also equal to m, which means that dimension of V is same as dimension of W. ഇനിയിപ്പോൾ ഈ W1, W2, etc. Wm എന്ന് പറയുന്നത് വിൻ്റെ ഒരു ബേസിസ് അല്ല എന്ന് കരുതുക. അപ്പോഴോ ദെൻ ഈ എസ് എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. സോ വി ഹാവ് W1, W2, etc. Wm എന്ന് പറയുന്ന വെക്ടേഴ്സ് ഉണ്ട്. they are linearly independent, but it is not a basis for V എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ തിയറം പ്രകാരം ഇതിൽ എക്സ്ട്രാ ആരെങ്കിലും ഇൻസർട്ട് ചെയ്ത് നമുക്കതിനെ വിൻ്റെ ബേസിസ് ആക്കാൻ പറ്റും. സോ ഒന്നും കൂടി നോക്കുക. ഇഫ് നോട്ട് ദെൻ ബിക്കോസ് എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇറ്റ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഫോർ വി. കാരണം if S is linearly independent set that is not already a basis for V, then S can be enlarged to a basis for V by inserting appropriate vectors into S. Okay, അപ്പോൾ W1, W2, etc. Wmൻ്റെ കൂടെ എക്സ്ട്രാ ആൾക്കാരെ ആഡ് ചെയ്താലേ നമുക്ക് അതിനെ വിൻ്റെ ബേസിസ് ആക്കാൻ പറ്റുള്ളൂ എങ്കിൽ ദാറ്റ് മീൻസ് ഡയമെൻഷൻ ഓഫ് V is greater than m. ഇവിടെ ഡബ്ല്യുവിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എം ആണ്, ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം ആണ്.
വിൻ്റെ ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ എം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി. സോ ഫസ്റ്റ് കേസിൽ ഡയമെൻഷൻ ഓഫ് വി ഇസ് സെയിം ആസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ഹിയർ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി. രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് പറയാം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്തത്? ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആയിട്ട് എടുത്തു. അത് ഫൈനൈറ്റ് ഡയമെൻഷനലാണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ബേസിസ് ഉണ്ട്, W1 W2 എക്സെട്ര WM. ഈ എസ് എന്ന് പറയുന്ന സെറ്റ് വിയുടെ ബേസിസ് ആവാം ആവാതിരിക്കാം. ഇത് ഓൾറെഡി ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണ്, വിൻ്റെ ബേസിസ് ആവാം അല്ലാതിരിക്കാം. വിയുടെ ബേസിസ് ആണെങ്കിൽ ഈ സെറ്റിൽ എം ആൾക്കാരാണുള്ളത്, അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നതും എം തന്നെയാവും. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും എം തന്നെ. സോ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. ഇനി അത് വിൻ്റെ ബേസിസ് അല്ലെങ്കിൽ എക്സ്ട്രാ ആൾക്കാരെ കൂട്ടിച്ചേർത്ത് അതിനെ ബേസിസ് ആക്കാൻ പറ്റും, ബിക്കോസ് ദിസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പം അങ്ങനെ വന്നാൽ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് എമ്മിനേക്കാൾ വലുതാകും. സോ വി ഹാവ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി. രണ്ടും കൂടി കമ്പൈൻ ചെയ്താലും വി പാർട്ടായി. നൗ ദ തേർഡ് വൺ, തേർഡ് പാർട്ട് എന്ന് പറയുന്നതിൽ നമ്മൾ പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഡയമെൻഷൻ ഓഫ് വി രണ്ടും സെയിം ആണെങ്കിൽ we can say that S is equal to W1 W2 etc. Wm is a basis for V. അങ്ങനെ ആണെങ്കിൽ if S is not also a basis for V, then being linearly independent S can be extended to a basis for V. അങ്ങനെ വന്നാൽ dimension of V will be greater than dimension of W. പക്ഷെ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ്. നമ്മൾ അസ്യൂം ചെയ്തത് വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. ഡബ്ല്യുവിൻ്റെ ഒരു ബേസിസ് എടുത്തു. ഇത് വിയുടെ ബേസിസ് അല്ലെങ്കിൽ അതിനെ നമുക്ക് വിയുടെ ബേസിസ് ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഡയമെൻഷൻ ഓഫ് വി വിൽ ബി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ W1 W2 എക്സെട്ര WM എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആയേ പറ്റൂ. അത് വിയുടെ ബേസിസ് അല്ലെങ്കിലാണ് നമ്മൾ ഈ കോൺട്രഡിക്ഷനിൽ എത്തുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ബേസിസ് ഫോർ വി. ഇപ്പോൾ വി എന്ന് പറയുന്നതും W എന്ന് പറയുന്നതും സ്പാൻ ഓഫ് എസ് തന്നെയാണ്. സോ ദേ ആർ ഈക്വൽ. സോ ഇഫ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി, ദെൻ W ഈക്വൽ ടു വി. ഇനി തിരിച്ച് W ഈക്വൽ ടു വി ആണെങ്കിൽ നമുക്കൊരു സംശയവുമില്ല, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വിൽ ബി സെയിം ആസ് ഡയമെൻഷൻ ഓഫ് വി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 4.6 സ്റ്റാർട്ട് ചെയ്യും.